ഏവർക്കും നമസ്കാരം. മതം ഒരു രാഷ്ട്രീയ ഘടകവും അതിലുപരി തീവ്രവാദവുമായി തീരുമ്പോൾ അതിനു പിന്നിലെ തത്വശാസ്ത്ര വിവാദം യുക്തമായി നാം ചർച്ച ചെയ്യേണ്ടതാണ്. ആദിയിൽ യാതൊരു മതവുമില്ല. സത്യം, ന്യായം, മര്യാദ, ഐക്യം, സാധു സംരക്ഷണം, ധർമ്മപരിപാലനം എന്നീ ഗുണങ്ങളോടുകൂടി ഒരേ ജാതി, ഒരേ ഈശ്വരൻ എന്നീ പ്രകാരത്തിലായിരുന്നു ലോകത്തിൻ്റെ ആദ്യത്തെ സ്ഥിതി. അതിനുശേഷം ക്രമേണ പരിഷ്കാരം വർദ്ധിച്ചും ഓരോരോ രാജ്യത്തിനനുസരിച്ച് ദുരഭിമാനം വർദ്ധിച്ചും ആ അഭിമാനം നിമിത്തം ഓരോരോ സ്പർദ്ധയുണ്ടായി. ആ സ്പർദ്ധ നിമിത്തം ജാതികളുണ്ടായി. ജാതികൾ മൂത്ത് ജാതി സ്പർദ്ധയുണ്ടായി. ഒടുവിൽ ആ ജാതികളിൽ ഓരോ തലവന്മാരുണ്ടായി. ആ തലവന്മാരുടെ നിശ്ചയപ്രകാരം അവർക്കനന്തരം മതങ്ങളായി സ്ഥാപിക്കപ്പെട്ടു. മതം എന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ സത്യം പോയി. സത്യവും മതവും കൂടിയിരിക്കയില്ല. അതേത് പ്രകാരമെന്ന് വെച്ചാൽ, എൻ്റെ മതം നിന്റെ മതം എന്ന് ഭിന്നമായി ഭിന്നത്വം വരുമ്പോൾ സത്യം പോയി. അപ്പോൾ എൻ്റെ മതത്തിന് വേണ്ടി മാത്രം എന്തും ചെയ്യും. അപ്പോൾ അവിടെ ന്യായമില്ല, സത്യമില്ല, മര്യാദയില്ല, ഐക്യതയില്ല, സഹോദര സ്നേഹമില്ല, സാധു സംരക്ഷണമില്ല, ധർമ്മ പരിപാലനമില്ല. ഈ വിധം ലോകം മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും നശിച്ച് അസത്യത്തിൽ മാത്രമായി ന്യായമര്യാദകൾ ഇല്ലാതെയാണ് ഇരിക്കുന്നത്. സത്യത്തിനൊത്തോരു തപമില്ല പോൽ, ആത്മശാന്തി പോലൊരു ബന്ധു വേറില്ല പോൽ. സത്യത്തിനൊത്തോരു തപമില്ല പോൽ, ആത്മശാന്തി പോലൊരു ബന്ധു വേറില്ല പോൽ. തപമറ്റു തുണയറ്റു താവഴിക്കൂററ്റു തടപൊട്ടിയലയുന്നു മാനുഷ്യകം. പിന്നെ ഹിമശൈലമേത്, ശിവജടയേത്, ത്യാഗമേ ഹിതമെന്നതറിയുന്ന ഋഷിഹൃദയമേത്. ത്യാഗമേ ഹിതമെന്നതറിയുന്ന ഋഷിഹൃദയമേത്. ലോകത്തിൽ കൃത്യമില്ലാത്തതുകൊണ്ടും ന്യായമില്ലാത്തതുകൊണ്ടും മര്യാദയില്ലാത്തതുകൊണ്ടും സത്യം നശിച്ചു പോയിരിക്കുന്നു. ആയതിനാൽ ന്യായം എന്ന മണ്ണും മര്യാദ എന്ന വെള്ളവും കൂട്ടിച്ചേർത്ത് അരച്ച് കൃത്യം എന്നു പറയുന്ന കല്ലിനെ വെച്ചുകെട്ടി സത്യം എന്നു പറയുന്ന ഗൃഹത്തെ ഉണ്ടാക്കി ആ ഗൃഹത്തിൽ എല്ലാവരെയും ഒതുക്കി താമസിപ്പിക്കുവാൻ വേണ്ടിയാണ് യത്നിക്കേണ്ടത്. അതാണ് സത്യാഗ്രഹം. ക്രിസ്തുവും നബിയും മുഹമ്മദും ശങ്കരാചാര്യരും ഒക്കെ പറഞ്ഞത് ഒരേ മാർഗം തന്നെയാണ്. ലോകത്തിൽ ഏതേതു മഹാന്മാർ ഉത്ഭവിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ഒരേ മാർഗം മാത്രമേ പറഞ്ഞിട്ടുള്ളത്. ലോകമെന്നത് തൻ്റെ ശക്തിയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും ആ ശക്തിയെ തന്നിൽ തന്നെ അടക്കം ചെയ്യേണ്ടതാണെന്നും ആണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത്. മതകർത്താക്കൾ എന്ന് ഇപ്പോൾ ജനങ്ങൾ പറയുന്നവർ മതം സ്ഥാപിച്ചിട്ടില്ല. ഈശ്വരനെ ആരാധിക്കുവാൻ വേണ്ടിയുള്ള മാർഗത്തെയാണ് കാണിച്ചു കൊടുത്തത്. അതുതന്നെയാണ് ഈശ്വരമതം. അവരുടെ അഭിജ്ഞ വചനങ്ങളുടെ പൊരുൾ എന്താണെന്നറിയാതെ മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മാനുഷിക സാഹോദര്യ മൂല്യങ്ങളെ നശിപ്പിക്കുകയാണ് ഇന്നത്തെ നേതാക്കൾ ചെയ്യുന്നത്. മതം എന്നത് ഇന്ന് കുറെ പേരുടെ ഉപജീവന മാർഗമായി മാറിയിരിക്കുന്നു. എല്ലാ അഭിജ്ഞന്മാരായ മഹാന്മാരും ഒരേ രീതിയും ഒരേ മാർഗവുമാണ് പറഞ്ഞിട്ടുള്ളത്.
പല മതസാരവും ഏകമെന്നു പാരാ ദുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് ആനയെ കാണാൻ പോയ കാഴ്ചശക്തി ഇല്ലാത്തവരെ പോലെയാണ് അനുഭൂതി ആർജിച്ച് മഹത്തുക്കൾ തീവ്രമായ തപശ്ചര്യയിൽ കൂടി അറിഞ്ഞ് അരുളി ചെയ്ത മതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നത് എന്നതാണ്. കാഴ്ചശക്തിയില്ലാത്ത 4 പേർ കൂടി ആനയെ കാണാൻ പോയി. അതിൽ ഒരാൾ ആനയുടെ ചെവി തടവി ആന മുറം പോലെയാണെന്ന് അയാൾ മനസ്സിലാക്കി. രണ്ടാമത്തെ ആൾക്ക് തടവാൻ കഴിഞ്ഞത് ആനയുടെ തുമ്പിക്കൈയാണ്. ആ ആൾ മനസ്സിലാക്കിയത് ആന ഉലക്ക പോലെയാണെന്നാണ്. മൂന്നാമത്തെ ആൾ തടവിയത് ആനയുടെ വയറാണ്. അയാൾ മനസ്സിലാക്കിയത് ആന കുടം പോലെയാണെന്നാണ്. നാലാമത്തെ ആൾ ആനയുടെ കാലിലാണ് തടവിയത്. അയാൾ മനസ്സിലാക്കിയത് ആന തൂണുപോലെയാണെന്നാണ്. ഈ കാഴ്ചശക്തിയില്ലാത്ത 4 പേരും മനസ്സിലാക്കിയതുപോലെ ആനയുടെ രൂപം പലതരത്തിലാണോ? അല്ല. പിന്നെ എന്താ ഈ 4 പേരും ആനയെ പല രീതിയിൽ മനസ്സിലാക്കിയത്? അവർക്ക് കാഴ്ചശക്തി ഇല്ലാതിരുന്നതുകൊണ്ട് ആനയുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എല്ലാ മഹാന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ കൂടി അവർ പ്രവർത്തിച്ചറിഞ്ഞ മാർഗമാണ് അനുഭവരൂപേണ അരുളി ചെയ്തിരിക്കുന്നത്. ആ മാർഗം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് ഇന്നത്തെ മതനേതാക്കൾക്കില്ല. യഥാർത്ഥമായ ഈ അറിവിന്റെ കുറവാണ് നാം ഇന്ന് കാണുന്ന ജാതി മത ചിന്തകൾക്കും വിദ്വേഷത്തിനും ഉച്ചനീചത്വ ധാരണയ്ക്കും അന്ധതയ്ക്കും അനാചാരത്തിനും സ്വാർത്ഥ താല്പര്യത്തിനും കൊലയ്ക്കും കൊള്ളിവയ്പ്പിനും എന്ന് വേണ്ട സംസ്കാരശൂന്യമായ സർവ ദുഷ്പ്രവണതകൾക്കും കാരണം. ഇതിൽ നിന്നും സമൂലമായ മാറ്റമാണ് ലോകത്തിന്റെ നിലനിൽപ്പിനും സമാധാന ജീവിതത്തിനും ആവശ്യം. ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ 1 കോടീശ്വരവിലാപം. ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ 1 കോടീശ്വരവിലാപം. ഓരോ കരിന്തിരി കണ്ണിലും കാൺമു ഞാൻ 1 കോടി ദേവനൈരാശ്യം. ജ്ഞാനത്തിനായി കുമ്പിൾ നീട്ടുന്ന പൂവിൻ്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം. ജീവന്റെ നീതിക്കിരക്കുന്ന പ്രാവിൻ്റെ ജാതകം നോക്കുന്നു ദൈത്യന്യായാസനം. ശ്രദ്ധയോടന്നം കൊടുക്കേണ്ട കൈകളോ അർത്ഥിയിൽ വർണ്ണവും വിത്തവും തപ്പുന്നു. ജീവിത സന്ധാരണാർത്ഥം വിദ്യാഭ്യാസം നേടുവാൻ നാം വിദ്യാലയങ്ങളിലോ സർവകലാശാലകളിലോ എത്തിയാൽ ആദ്യം നമ്മോടാവശ്യപ്പെടുന്നത് ജാതിയും മതവും വിത്തവും തെളിയിക്കുന്ന രേഖകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം തുടങ്ങുന്നത്. പ്രജകളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി നാം തന്നെ തിരഞ്ഞെടുക്കുന്ന ശ്രദ്ധയോടന്നം കൊടുക്കേണ്ട ഭരണ സംവിധാനത്തിനും ഭരണകർത്താക്കൾക്കും ഭരണത്തിന് ഇന്ന് അടിസ്ഥാനം ജാതിയും മതവും വിത്തവും തന്നെ. എന്തിനേറെ പറയണം, ജീവന്റെ നീതിക്ക് വേണ്ടി അടിയന്തരമായി ചെയ്യുന്ന സിസേറിയൻ ഓപ്പറേഷനു കൂടി ജാതകം നോക്കുന്ന അവസ്ഥാന്തരത്തിലേക്കാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. അർത്ഥശൂന്യമായ തർക്കങ്ങളും വിതർക്കങ്ങളും കൊണ്ട് വികസിതമായ ഈ കാലഘട്ടത്തിൽ ജാതിമതങ്ങൾ എന്തെന്ന് അറിഞ്ഞിരിക്കേണ്ടത് സമൂഹത്തിന്റെ അനിവാര്യതയാണ്. ജാതി സമ്പ്രദായം വേദങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾ തെറ്റായി ധരിച്ചിരിക്കുന്നു. വേദ സംസ്കാരത്തിൽ പരാമർശിച്ചിട്ടുള്ള
ജാതി സമ്പ്രദായവും ഇന്ന് നിലനിൽക്കുന്ന ജാതി സമ്പ്രദായവുമായി വലിയ അന്തരമുണ്ട്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമഭിമാം നിത്യകർത്താരമവ്യയം എന്നാണ് ഗീതയിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ചതുർവർണ്ണങ്ങൾ മനസ്സിന്റെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വിഭജിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 വർണ്ണങ്ങളിലും അവരവരിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. നിത്യാനിത്യ വിവേകം ചെയ്യുന്നവരാണ് ബ്രാഹ്മണർ, അവരാണ് വൈദികർ. അതുകൊണ്ടാണ് വേദത്തിന്റെ അധികാരസ്ഥൻ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വേദമെന്നത് അറിവാണ്. ബ്രാഹ്മണൻ എന്നാൽ തന്നിൽ നിന്ന് ചലിച്ച് പുറത്തിനുള്ളിൽ വ്യാപിച്ചിരിക്കുന്ന മനസ്സിനെ താനായി നിത്യമായിരിക്കുന്ന തന്നിൽ തന്നെ ലയിക്ക ചെയ്ത് തന്മയമാകുന്നവരാണ്. ക്ഷത്രിയന്റെ പ്രവൃത്തി ദുഷ്ടനിഗ്രഹം ചെയ്ത് ശിഷ്ടപരിപാലനം ചെയ്യലാണെന്ന് എല്ലാവർക്കും അറിയാം. ദുഷ്ടൻ എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന രാഗദ്വേഷാദി ദുർവിചാരങ്ങളാണ്. തൻ്റെ ജീവനെ തന്നിൽ പ്രകാശിപ്പിച്ച് രാഗദ്വേഷാദികളായിരിക്കുന്ന ശത്രുക്കളെ നശിപ്പിച്ച് തൻ്റെ മനസ്സിന് യാതൊരു ഇളക്കവും കൂടാതെ സ്ഥിരപ്പെടുത്തുന്നവരാണ് ക്ഷത്രിയർ. ഗോരക്ഷ, കൃഷി, വാണിഭം മുതലായിട്ടുള്ളവയാണ് വൈശ്യന്റെ പ്രവൃത്തി. ഗോ എന്നത് ശബ്ദമാണ്. എപ്പോൾ തൻ്റെ ശബ്ദത്തെ നശിപ്പിക്കാതെ തന്നിൽ തന്നെ നിർത്തുന്നുവോ അപ്പോൾ കൃഷിയായി. കൃഷി എന്നത് ശിരസിൽ സുഷുമ്നയിൽ തൻ്റെ ശക്തിയെ ഒതുക്കുന്നതാണ്. അപ്രകാരം കൃഷി ചെയ്തിരിക്കുന്ന ശക്തിയെ തന്നിൽ തന്നെ വ്യാപരിപ്പിക്കുന്നതാണ് വ്യാപാരം. വാക്കായിരിക്കുന്ന ശബ്ദത്തെ, ശക്തിയെ തന്നിൽ തന്നെ ഒതുക്കി വ്യാപരിപ്പിച്ചാൽ മനസ്സ് വിചാരാദികളായി പുറത്തിനുള്ളിൽ നശിച്ചു പോകുന്നതല്ല. ശൂദ്രൻ എന്നത് അഹങ്കാരമാണ്. അഹങ്കാരത്തിനാണ് അനവധി ജാതികളുള്ളത്. ആ ജാതികൾ എന്ന് പറയുന്നത് പല വിചാരങ്ങളാണ്. അതായത് ഞാൻ സ്ഥാനി, മാനി, പണ്ഡിതൻ, മറ്റുള്ളവൻ ചണ്ടാളൻ, മൂഢൻ, ജാതിയിൽ കുറഞ്ഞവൻ എന്നിങ്ങനെയുള്ള വിചാരങ്ങളാണ്. ചണ്ടാളൻ എന്ന് പറയുന്നത് കക്കുക, കളവ് പറയുക, ചതിക്കുക, കൊലപ്പെടുത്തുക, വ്യഭിചരിക്കുക ഇത്യാദികളായ ദുർവൃത്തികൾ ചെയ്യുന്നവരും ചെയ്യണമെന്നുള്ള വിചാരത്തോടു കൂടിയവരുമാണ്. ഈ വക ജാതികളെയാണ് ഏറ്റവും അകലെ നിർത്തുവാൻ പറഞ്ഞിട്ടുള്ളത്. ശൂദ്രനായിരിക്കുന്ന അഹങ്കാരത്തിനാൽ ഉണ്ടാക്കപ്പെട്ട പറഞ്ഞ എല്ലാ വിചാരങ്ങളെയും പ്രവർത്തികളെയും ത്യജിച്ച് ബ്രാഹ്മണനായിരിക്കുന്ന മനസ്സിന്റെ പാദസേവയാണ് ചെയ്യേണ്ടത്. പാദം എന്നത് സ്ഥാനമാണ്. മനസ്സിന്റെ ഉത്ഭവസ്ഥാനമായ ഭ്രൂമധ്യത്തെ ആശ്രയിച്ച് അവിടേക്ക് തൻ്റെ ജീവനെ കൊണ്ടുപോയി ചേർത്തുവാൻ വേണ്ടി യത്നം ചെയ്യുന്നവനാണ് ശൂദ്രൻ. ഇതാണ് ബ്രാഹ്മണ പാദസേവ. ആകയാൽ ജാതികൾ എന്നത് ഇല്ലാത്തതാണ്. തന്നെത്താൻ അറിയുമ്പോൾ ഈ വക വ്യത്യാസങ്ങളെല്ലാം നശിക്കും. അതിനാൽ ജാതി മതങ്ങളെ നശിപ്പിച്ച് സത്യം, ന്യായം, മര്യാദ, അഹിംസ എന്നിവയെ സ്ഥാപിച്ച് ലോകത്തെ നിലനിർത്തിക്കൊണ്ടുവരുവാൻ എല്ലാ മഹാജനങ്ങളോടും സർവാത്മന കെഞ്ചുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.